ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഒരു നയം ചർച്ച ചെയ്യണം എന്ന് നിർബന്ധമില്ല. ക്യാബിനറ്റ് തീരുമാനമുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം പോലെയുള്ള ഒരു കാര്യം നടപ്പിലാക്കാം എന്നുള്ളതാണ് നിയമം എന്നത് ഞങ്ങളെ ഞെട്ടിച്ചൊരു വിഷയമാണ്. ഈ NCERTയുടെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില അപകടങ്ങളുണ്ട്. അതാണ് PM ശ്രീ എന്ന് പറയുന്ന പാഠ്യപദ്ധതിയെ അംഗീകരിക്കരുത് എന്ന് വാദിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റിൻ്റെ ബേസ്. ജ്യോതിഷം പോലും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം എന്ന് പറയുന്ന ഒരു NCERT അല്ലെങ്കിൽ അങ്ങനെ നയസമീപനമെടുക്കുന്ന ഒരു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് PM ശ്രീയെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ അടിത്തറ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ അന്ധവിശ്വാസങ്ങളെ കണക്കറ്റ് വിൽപ്പന നടത്തുന്നതിനകത്ത് തെളിച്ച് പറയാം, നമ്മുടെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വലിയ ഭാഗം ഉണ്ട്. ഇപ്പോൾ ഇവരുടെ പുതിയ പാഠ്യപദ്ധതിയിൽ 3ാം ക്ലാസ് മുതൽ പഠനം ആരംഭിക്കുക. 5 വയസ്സ് വരെ അക്ഷരം എഴുതാൻ പാടില്ല, അക്ഷരം പഠിപ്പിക്കാൻ പാടില്ല, കഥകൾ പറയാമെന്നാണ് പറയുന്നത്. വലിയ അപകടം ചെയ്യും ഇത്. അതായത് എല്ലാവർക്കും A+ വരുന്നു. അത് കൂടാതെ എന്താ വെച്ചാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2nd ക്ലാസ് കിട്ടിയാൽ അത് വലിയ കാര്യമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലേക്കും ഡിസ്റ്റിങ്ഷനിലേക്കും പോകുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ചോദിച്ചത് വളരെ സംഗതമായ ചോദ്യമാണ്. ഇത് ചോദിക്കാതെ എങ്ങനെ ഞങ്ങൾ ഇതിന് ആൻസർ പറയും? ഓൾ ഇന്ത്യ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന മറ്റൊരു തരത്തിലുള്ള നിശ്ചിത താല്പര്യങ്ങളും ഇല്ലാത്തൊരു സംഘടനയാണ്. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും. സാർ നമസ്കാരം. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് പ്രൊഫസർ ഡോക്ടർ ജോർജ് ജോസഫ് സാറ്, അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തേവര SHലെ പ്രൊഫസറായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് കൂടിയിട്ടാണ്. നമുക്ക് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വിദ്യാഭ്യാസ നയവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. സാറേ, അതായത് ഇപ്പോൾ കേരളത്തിൽ ചാനൽ ചർച്ചകളിൽ നിറയുന്നുണ്ട് PM ശ്രീ, SSK, NEP, ഇങ്ങനെയുള്ള കുറേ ശാസ്ത്രീയ പദങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് എന്താണ് ഈ PM ശ്രീ എന്നോ എന്താണ് NEC എന്നോ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളത് പറയുമ്പോഴത്തേക്കും ഒരാൾ മറ്റൊന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ് വെക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് NEP എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് PM ശ്രീയിലൂടെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഈ 2020 NEP എന്താണ്? നമ്മൾ കേരളം ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ വെച്ച് വളരെ കേവലത്വമുള്ളൊരു സംസ്ഥാനമാണ്. ആ കേവലത്വം ഏറ്റവും പ്രധാനമായി നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെട്ടാണ്. ചരിത്രപരമായി തന്നെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ ഗുണനിലവാരവും ഗണനിലവാരവും കേരളത്തിലെ ഒരു വലിയ ജനതയുടെ സമ്പാദ്യമാണ്. അതുകൊണ്ട് തന്നെ 27 സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്തത്ര ശ്രദ്ധ നമ്മുടെ ആളുകൾ ഇക്കാര്യത്തിൽ പുലർത്തുന്നു എന്ന് കാണുന്നത് സന്തോഷകരമാണ്. NEP 2020 എന്ന കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഏറ്റവും പുതിയ വിദ്യാഭ്യാസ പദ്ധതി അതിൻ്റെ പേരിൽ തന്നെ ഉള്ളതുപോലെ 2020 തുടക്കം കുറിക്കുന്നത്. 2020 തുടക്കം കുറിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് ലോകം തന്നെ, ഇന്ത്യ എന്നല്ല ലോകം തന്നെ കോവിഡ് മഹാമാരിയുടെ വലിയ നീരാളിപ്പിടുത്തത്തിൽ കഴിയുന്ന ഒരു കാലമാണ്. നമ്മുടെ പാർലമെൻറ്റ് ക്രമമായി കൂടാറില്ലാതിരുന്ന ഒരു സമയമാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര മോദി ഗവൺമെൻറ് ആവിഷ്കരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെ മുമ്പിൽ അവരുടെ പാർലമെൻറ്റിൽ ഇതൊരു ചർച്ചയാകാനുള്ള അവസരം സൃഷ്ടിക്കേണ്ടതല്ലേ? പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യൻ പാർലമെൻറ്റിൽ NEP 2020 അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വേറെ കാര്യം, ഈ NEP കോവിഡിന് ശേഷം കൂടിയ ലോക്സഭാ സമ്മേളനങ്ങളിലൊന്നും പ്രതിപക്ഷം ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ടില്ലേ? പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ചർച്ചയിൽ നിന്ന് വഴിമാറുകയായിരുന്നു. കാരണം 2020 നടപ്പിലാക്കി തുടങ്ങിയ പദ്ധതി എന്തിനി പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഇടയിലുമുള്ളൊരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ പല പാർലമെൻറ്റ് അംഗങ്ങളോടും ഞങ്ങൾ ഇത് സംബന്ധമായ സംശയം
ചോദിച്ചു, നിങ്ങൾ പാർലമെൻറ്റിൽ എന്തുകൊണ്ട് ഇത് ചോദ്യമായി ഉന്നയിക്കുന്നില്ല എന്നും അവരോട് ചോദിച്ചു. അവർ പറഞ്ഞത്, ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഒരു നയം ചർച്ച ചെയ്യണം എന്ന് നിർബന്ധമില്ല. ക്യാബിനറ്റ് തീരുമാനമുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം പോലെയുള്ള ഒരു കാര്യം നടപ്പിലാക്കാം എന്നുള്ളതാണ് നിയമം എന്നത് ഞങ്ങളെ ഞെട്ടിച്ചൊരു വിഷയമാണ്. അങ്ങനെ സാമാന്യ ബുദ്ധിക്ക് പാടില്ലാത്തതാണ്, പക്ഷേ ഇന്ത്യയിൽ നടന്നത് അങ്ങനെയാണ്. നമ്മളുടെയൊക്കെ ഭാവിയെയും വർത്തമാനകാലത്തെയും എല്ലാം ആഴത്തിൽ ബാധിക്കുന്ന ഒരു സാംസ്കാരിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഒരു നയസമീപനം ഒരു കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ജനപ്രതിനിധികളിലൂടെ നമ്മുടെ ആശങ്കയൊന്ന് പാർലമെൻറ്റിനെ അറിയിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിന് കാര്യമായിട്ട് പറയുന്നത് കോവിഡിൻ്റെ സാഹചര്യമാണ്, ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഒരു ചാൻസ് ആയിട്ട്, ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു എന്നാണ് പറയുന്നത്. അത് ഒരു അവസരമാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ അവസരത്തിൻ്റെ മറവിൽ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ അവർ പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ല, ഒളിച്ചു കടത്തുന്നു എന്നുള്ളൊരു ഹൈജാക്ക് ചെയ്തു പറയാൻ പറ്റും. അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു അഭിപ്രായം ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകളിൽ കേൾക്കുന്ന ഒരു പദമാണ് കേബ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ചർച്ചയിൽ വന്നിരുന്ന പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല. പക്ഷേ കേബ് എന്താണ്, കേബ് എന്ന് പറഞ്ഞാൽ പറയാം, എന്താണ് ശരിക്കും കേബ്? അതെ, അത് ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ഈ ചാനലിൽ, വൈറ്റ് സ്വാൻ ചാനലിൽ ഉയർത്തപ്പെടുന്നു സന്തോഷകരമായ കാര്യമാണ്. കാരണം അത് മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏത് പ്രതലത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പൂർണ്ണമായ രൂപം സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഈ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ നിലവിൽ വരാനൊരു കാരണമുണ്ട്. ആ കാരണം ഒരു ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അതാരംഭിക്കുന്നത് അടിയന്തരാവസ്ഥക്കാലത്താണ്. അന്നും ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. ജനാധിപത്യത്തിൻ്റെ ആ ഇരുണ്ട കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റേറ്റ് ലിസ്റ്റിലെ വിദ്യാഭ്യാസത്തെ എടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയാണ്. കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി മലയാളത്തിൽ നിന്ന് സമവർത്തി പട്ടിക എന്ന് പറയും. അപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയാൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നയസമീപനങ്ങൾ എടുക്കാൻ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായ അവകാശാധികാരങ്ങൾ വകവെച്ചു കൊടുക്കുന്നൊരു വകുപ്പാണ്. അപ്പോൾ ഈ വകുപ്പിനകത്തൊരു അപകടമുള്ളത് ഇതാണ്. ഇപ്പം നമ്മൾ NEP-യെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഉണ്ടായ അപകടമാണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാം, സംസ്ഥാന ഗവൺമെൻറ് അവരുടെ അസംബ്ലിയിൽ ഒരു നിയമം പാസ്സാക്കി. അത് നമ്മുടെ കേരളത്തിന് ഇണങ്ങുന്ന, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പരിസരം ഒന്ന്, മറ്റുള്ള സംസ്ഥാനങ്ങളുടെതെല്ലാം അവരുടേതായത്, അങ്ങനെ വൈജാത്യ സ്വഭാവമുള്ള വിദ്യാഭ്യാസ പരിസരമുള്ള ഈ സംസ്ഥാനങ്ങളിലെ അതാത് സംസ്ഥാനങ്ങൾക്കാണ് അവരുടെ ആവശ്യം എന്ത്, ഏത് നയമാണ് ആവിഷ്കരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുള്ളത്. ഈ സാഹചര്യത്തിൽ ആ സംസ്ഥാനം ഒരു നിർമ്മാണം നടത്തിയാൽ ആ നിയമനിർമ്മാണത്തിന് എഗൻസ്റ്റായിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് കേന്ദ്രം ഒരു നിയമനിർമ്മാണം നടത്തിയാൽ കേന്ദ്രത്തിൻ്റെ നിയമനിർമ്മാണം നിലനിൽക്കും, സംസ്ഥാനത്തിൻ്റെത് നിലനിൽക്കില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം വിദ്യാഭ്യാസം ഏതാണ്ട് ഫലത്തിൽ സെൻട്രൽ ലിസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ളൊരു വലിയ മുറവിളി ഇന്ത്യയാകെ ഉയർന്നതിൻ്റെ പേരിലാണ് കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരടങ്ങുന്ന ഒരു സമിതിയെ രൂപീകരിച്ചത്, ചർച്ച ചെയ്യുന്നതിനും സമവായം ഉണ്ടാക്കുന്നതിനും വേണ്ടി രൂപീകരിച്ചത്. അതാണ് കേബ് എന്ന് പറയുന്നത്. ഇനി കേബിൽ നമ്മൾ PMശ്രീയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് ചർച്ചകൾ, PMശ്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്. ഇപ്പം ജ്യോത്സ്യം വരെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക്, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്താണ് PMശ്രീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ PMശ്രീ പദ്ധതി NEP-യുടെ ഭാഗമാണ്. 4 വർഷ ഡിഗ്രി പരിപാടി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി എന്നതുപോലെ തന്നെയാണ് ഈ PMശ്രീ എന്നത് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകുന്നത്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളെ, അതായത് ഒരു ബ്ലോക്കിൽ, നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ദേശഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വെച്ച് കൊടുക്കാം. ഒന്ന് പ്രൈമറി, മറ്റൊന്ന് സെക്കൻഡറി. അങ്ങനെ 2 സ്കൂളുകൾ വെച്ച് കേന്ദ്ര ഗവൺമെൻറ് സെലക്ട് ചെയ്ത് അവിടെ പ്രത്യേക പാഠ്യപദ്ധതി പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ അധ്യാപകർക്ക് പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ഫണ്ട് അനുവദിക്കുന്നു. അവിടെ
കൂടുതൽ ഈ യന്ത്രവൽകൃത സംവിധാനങ്ങളിലൂടെ ഹൈടെക് വിദ്യാഭ്യാസത്തിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നു എന്നുള്ളതാണ് PM ശ്രീ എന്ന പദ്ധതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. ഇത് ഏതാണ്ട് 4 വർഷത്തെ പദ്ധതിയാണ്. ഓക്കെ, അടുത്ത വർഷം അവസാനിക്കുന്നു തോന്നുന്നു. അതെ, 2027 അവസാനിക്കുന്നൊരു പദ്ധതിയാണ്. ആദ്യകാലം മുതൽ തന്നെ ഇതിനകത്ത് ആലോചനകൾ നടന്നിരുന്നു. ഈ ആലോചന നടക്കുമ്പോൾ തന്നെ ഈ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിന് അത്ര ഇണങ്ങുന്നതല്ല എന്ന് നമ്മുടെ ഭരണാധികാരികൾക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനാപരമായി തന്നെ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളത് ഭരണഘടനാപരമായി തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബാധ്യതയാക്കി എഴുതി വച്ചിരിക്കുന്ന ലിഖിതമായ ഭരണഘടനയിലുള്ളതാണ്. പക്ഷെ നമുക്കിന്ന് അറിയുന്നത് പോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന NCERT എന്ന് പറയുന്ന ഒരു സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. തത്തുല്യമായ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഗവേഷണവും ഉപദേശവും നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള SCERT ഉണ്ട്. SCERT സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇതിനകത്തും SCERTയെ ഭരിക്കുന്നത് NCERT ആകുമ്പോൾ നമ്മൾ നേരത്തെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ആ ഒരു അധോഗതിയാണ് SCERTക്കുള്ളത്. NCERTയുടെ ഭരണത്തിൻ്റെ SCERT നിയമിക്കുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണോ അതോ SCERTയെ നിയമിക്കാനുള്ള അവകാശാധികാരങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. NCERT കേന്ദ്ര ഗവൺമെന്റാണ്. നിലവിൽ ഇപ്പോൾ ഈ NCERTയുടെ സിലബസ് അംഗീകരിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ NCERTയുടെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില അപകടങ്ങളുണ്ട്. അതാണ് PM ശ്രീ എന്ന് പറയുന്ന പാഠ്യപദ്ധതിയെ അംഗീകരിക്കരുത് എന്ന് വാദിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റിൻ്റെ ബേസ്. അതിൻ്റെ കാരണം ഇവർക്ക് ഒരു ശാസ്ത്രീയമായ അടിത്തറ വിദ്യാഭ്യാസത്തിന് വേണം എന്ന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അത് അത്ര ശരിയല്ല എന്നുള്ള അഭിപ്രായമുണ്ട് താനും. ഇതിനകത്ത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ സിസ്റ്റം വരുന്നില്ലേ? ഇല്ല, ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം വരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. അത് NEPയുടെ ഭാഗമായിട്ട് അത് NEPയുടെ ഭാഗം തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു അവസരത്തിൽ മനസ്സിലായി. അതുകൂടാതെ PM ശ്രീയിൽ ഇപ്പം ഈ ജോത്സ്യം പഠിപ്പിക്കാം എന്നുള്ളൊരു നിർദ്ദേശം വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്? അതാണ് ഇപ്പം ഇവിടെ ഉയർത്തിയ ആ വിഷയം. ജ്യോതിഷം പോലും പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണം എന്ന് പറയുന്ന ഒരു NCERT അല്ലെങ്കിൽ അങ്ങനെ നയസമീപനമെടുക്കുന്ന ഒരു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് PM ശ്രീയെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ അടിത്തറ. ഇന്നലെ തന്നെ ഈ 2 ദിവസം മുമ്പ് പത്രങ്ങളിലൊരു വാർത്ത കണ്ടു. ഈ ഒഡീഷയിൽ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിക്കകത്ത് 360ഓളം തെറ്റുകൾ കടന്നുകൂടിയിരിക്കുന്നു. നമ്മൾ കുട്ടികൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ തെറ്റുകൾ കടന്നുകൂടിയിരിക്കുന്നു. അതിൽ സമയക്കുറവ് കൊണ്ട് ഒരു തെറ്റ് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആ തെറ്റ് മറ്റൊന്നുമല്ല, ഐസക് ന്യൂട്ടൺ ഒരു പൈലറ്റായിരുന്നു എന്നാണ് പാഠഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഏതാണ്ട് 175 വർഷം മുമ്പ് ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന സമയത്ത് റൈറ്റ് സഹോദരന്മാർ ജനിച്ചിട്ടില്ല. അവരുടെ അപ്പനപ്പൂപ്പനപ്പൂപ്പനപ്പോ ജനിച്ചിട്ടുണ്ടാവും. അതാണ് 175 വർഷം മുമ്പ് ജീവിച്ച ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. നമുക്കറിയാം ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിച്ച ഐസക് ന്യൂട്ടൺ. ആ ഐസക് ന്യൂട്ടന് ശേഷം 175 വർഷത്തിന് ശേഷം ജനിച്ച് നമുക്ക് വിമാനം ആവിഷ്കരിച്ച് തന്ന റൈറ്റ് സഹോദരന്മാർ എന്നാണ് നമ്മൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള ചരിത്രപരമായി വിശ്വസിക്കുന്നത്. ആ ഒരു വസ്തുതയെ ഇത്ര കണ്ട് തെറ്റായി വ്യാഖ്യാനിക്കത്തക്ക തരത്തിൽ ചരിത്രമായി പാഠപുസ്തകത്തിൽ എഴുതി വെക്കുമെന്ന് പറഞ്ഞാൽ ഇവരെന്താ സംഭവിക്കുന്നത്? മിത്തിനെ പഠിപ്പിക്കുന്നു, അതായത് അന്ധവിശ്വാസങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ അന്ധവിശ്വാസങ്ങളെ കണക്കറ്റ് വിൽപ്പന നടത്തുന്നതിനകത്ത് തെളിച്ച് പറയാം, നമ്മുടെ ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു വലിയ ഭാഗം ഉണ്ട്. നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഞാൻ ബയോളജിക്കൽ അല്ല എന്ന് നമ്മുടെ മുമ്പിൽ പ്രസ്താവിച്ചൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഞാൻ വേറൊരു കാര്യവും കൂടി ഇപ്പം സാന്ദർഭികമായി പറയട്ടെ. ഗണപതിയുടെ പുഷ്പവിമാനാണോ? അതെ, ഗണപതി തല നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഹൃദയമല്ലേ മാറ്റി വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ മനുഷ്യനിൽ ആനയുടെ തല ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലൊക്കെ ഒരാൾ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ആ നാട്ടിലെ ശാസ്ത്രഗതിയെക്കുറിച്ച് നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ സ്ഥിതി എന്താവും?
ഇതുമായി ബന്ധപ്പെട്ടാണ് ഒറ്റ കാര്യം ഒരു പരാമർശം എനിക്ക് നടത്താനുള്ളത്. 1914 തുടങ്ങിയ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, ഇൻ്റർനാഷണൽ സയൻസ് കോൺഗ്രസ് നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നു. അത് ഇന്ത്യയിൽ അതാരും ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇതുവരെ തുടർന്നു വന്നിരുന്ന മഹാനായ പ്രധാനമന്ത്രിമാരൊക്കെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്ന വേറെ ഒരു ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളുമില്ല. എല്ലാ വർഷവും ജനുവരി 1, 2, 3 തീയതികളിൽ ലോകവിശ്രുതരായ നോബൽ ലോറിയേറ്റ്സ് ആയിട്ടുള്ള ശാസ്ത്രകാരന്മാരെ ഓരോ വർഷവും കൊണ്ടുവന്ന് നമ്മുടെ ഈ ഇന്ത്യയുടെ ശാസ്ത്രീയ നയത്തിന് രൂപം കൊടുത്തിരുന്ന ആ കോൺഫറൻസുകൾ ഇന്ന് നിർത്തപ്പെട്ടിരിക്കുന്നു. നിർത്താനുള്ള കാരണം അത് പ്രസക്തമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പ്രസക്തമല്ല എന്ന് പറഞ്ഞ് അതിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. പക്ഷെ പ്രതിപക്ഷം അത് അഡ്രസ്സ് ചെയ്തിട്ടില്ല തോന്നുന്നു. പ്രതിപക്ഷം അത് ശ്രദ്ധിച്ചിട്ടില്ല ഇന്നേവരെ. ആ ഒരു വിഷയം പാർലമെൻറ്റിലെ വളരെ ദുർബലമായ അവതരണത്തിലൂടെ കൊണ്ടുവന്നുള്ളതല്ലാതെ അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാകേണ്ടതായ ഒരു കാര്യമാണ് എന്നുള്ളത് ആരും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൂടെ ഞാൻ ചോദിച്ചത്, കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെയും ഇടത് സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ഈ UDF സർക്കാരിൻ്റെയും നയങ്ങളിലുള്ള വ്യത്യാസം എന്താണ്? വിദ്യാഭ്യാസ നയങ്ങളിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പുതിയ UDF ഗവൺമെൻറ് ചുമതല ഏറ്റിട്ടേ ഉള്ളൂ. ആളുകളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വലിയ വിവാദ വിഷയമായിരിക്കുകയാണ് ഈ PM ശ്രീ. നമുക്ക് എന്താണ് PM ശ്രീ എന്നൊന്ന് നോക്കാം. നമ്മൾ PM ശ്രീ എന്ന് പരാമർശിച്ച് പോയി എങ്കിലും എന്താണ് ഈ PM ശ്രീ? ഈ PM ശ്രീ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നുള്ളതാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് PM മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്നുള്ളതാണ്. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ PM ശ്രീ എന്നൊക്കെ ഏതൊക്കെ പത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് മുതലായ നമ്മളിവിടെ വായിക്കുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലൊക്കെ എഴുതി വെക്കുമ്പോൾ അതിനകത്ത് PMSHRI എന്നാണ് കാണുന്നത്. എന്താണ് ഈ എച്ച് എന്താണ്? എല്ലാവർക്കും മനസ്സിലായി. അതാണ് സ്വാഭാവികമായി മലയാളിക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്താണ് എച്ച്. പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യക്കകത്ത് എച്ചിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരെച്ച് അതിനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥമാണ് മലയാളി മനസ്സിലാക്കേണ്ടത്. ആ എച്ചാണ് ഇവരുടെ വിദ്യാഭ്യാസത്തിൽ യഥാർത്ഥത്തിൽ അവർ എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പ്രതിനിധീകരിക്കുന്നില്ല. കാവ്യവൽക്കരണത്തെ ഹിന്ദുത്വ അജണ്ട നേരത്തെ എന്നോട് ചോദിച്ചില്ലേ, അതായത് ജ്യോതിഷം പാഠ്യഭാഗത്ത് പെടുത്തുന്നു എന്ന് പറഞ്ഞില്ലേ. ഈ ജ്യോതിഷത്തെ പോലുള്ള വിഷയങ്ങൾ കടന്നു വരികയും പരിണാമ സിദ്ധാന്തം പുറത്താവുകയും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം 100-300 വർഷത്തെ ചരിത്രം പരാമർശിതമാകാതെ പോവുകയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും കലർപ്പുണ്ടാക്കുകയും പീരിയോഡിക് ടേബിളിനെ പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി, അവിടെ എവിടെ സയൻസ്, എവിടെ സയൻറ്റിഫിക് ടെമ്പർ? അപ്പോൾ ഇപ്പോൾ ഇവരുടെ പുതിയ പാഠ്യപദ്ധതിയിൽ 3ാം ക്ലാസ് മുതൽ പഠനം ആരംഭിക്കുക. 5 വയസ്സ് വരെ അക്ഷരം എഴുതാൻ പാടില്ല, അക്ഷരം പഠിപ്പിക്കാൻ പാടില്ല, കഥകൾ പറയാമെന്നാണ് പറയുന്നത്. വലിയ അപകടം ചെയ്യും ഇത്. കഥകൾ പറയുന്നത് പുരാണങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. കഥകൾ എന്താണ്? പുരാണങ്ങൾ, ധാരാളം കഥകളുള്ളപ്പോൾ ആ പുരാണങ്ങൾ പറയണം. അവിടെയും വേറൊരു അപകടം കൂടിയുണ്ട്. ഈ പുരാണങ്ങൾ പറയേണ്ടതാരാണ്? മാനം മര്യാദയായി രൂപീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം പഠിപ്പിച്ചപ്പെട്ട പരിശീലനം കിട്ടിയ അധ്യാപകരേ അല്ല, അംഗൻവാടിയിലെ ടീച്ചേഴ്സിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള നിലവിലെ അംഗൻവാടി ടീച്ചേഴ്സിന് ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊടുത്ത് കഥ പറയാൻ പഠിപ്പിച്ചിട്ട് ഇവരെ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി 5 വർഷത്തേക്ക് ഇവരുടെ കുട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആദ്യത്തെ ഒരു ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഫൗണ്ടേഷൻ ഉണ്ടാകേണ്ട ആ ഒരു പ്രായത്തിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസപരമായ അടിത്തറയിടേണ്ട സമയത്ത് കഥകൾ പറഞ്ഞു കൊടുക്കുക. ആ കഥകളാണ് മിത്ത് എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസ ജഡിലങ്ങളായ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയുള്ളത് ക്യാച്ച് ദ മെങ്, അതായത് ചെറുപ്പത്തിലെ ഈ കുട്ടിയെ വശത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മളിൽ രൂപപ്പെടുന്ന ഇത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ ആ കുട്ടിയുടെ ജീവിതാവസാനം വരെ നിലനിൽക്കും. എത്രയൊക്കെ സയൻറ്റിഫിക് ടെമ്പർ കുത്തിച്ചെരുത്താൻ നോക്കിയാൽ ഇതാദ്യം ഫോം ചെയ്തിരിക്കുന്ന ഈ ന്യൂറോൺസിനകത്ത് കിടക്കുന്ന വിശ്വാസ പ്രമാണങ്ങളോട് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തിനകത്ത് കുടുക്കിയിടാൻ, ഒരു ജനതയെ കുടുക്കിയിടാൻ വേണ്ടിയിട്ടുള്ള വലിയ അപകടകരമായ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഒരു മാധ്യമ ചർച്ചയിലും പറയാത്തൊരു കാര്യമാണിത്. ഒരു മാധ്യമ ചർച്ചയിലും നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണിത്. ഇങ്ങനത്തെ വലിയൊരു അപകടം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുത. അതുകൂടാതെ തന്നെ ആദ്യത്തെ 3 വർഷക്കാലമൊക്കെ നമ്മൾ ABCD പഠിക്കുന്നത് നഴ്സറി അല്ല നമ്മൾ സംശയമുണ്ടോ? അത് നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ സമീപിക്കുന്നതിനകത്ത് വളരെ സശ്രദ്ധം നമ്മൾ നോക്കണം. നമുക്ക് തന്ന DPEP ആരുടെ സംഭാവനയായിരുന്നു?
DPEP സംവിധാനത്തിലൂടെ 1996 മുതൽ നടന്ന ഈ സംസ്ഥാനം 2 വർഷം മുമ്പ് അതിൻ്റെ ഒരു പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ രഹസ്യമായി കൊടുത്ത ഒരു നിർദ്ദേശം പുറത്തു പോയത് എന്തുമാത്രം പൊല്ലാപ്പുണ്ടാക്കി എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ നോക്കി. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വസ്തുതയായിരുന്നു, പറഞ്ഞത് മറ്റൊന്നുമല്ല. ദൈവത്തെ ഓർത്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്വന്തം മേൽവിലാസമെങ്കിലും കൃത്യമായി തെറ്റില്ലാതെ എഴുതാൻ കഴിയുന്ന കുട്ടികൾക്ക് അല്ലാത്തവർക്ക് ഫുൾ A+ കൊടുത്ത് വിടരുതേ. വാല്യുവേഷനകത്ത് അദ്ദേഹം അങ്ങനെ റിക്വസ്റ്റ് നടത്തിപ്പോയി എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ എവിടെ വന്ന് എത്തി നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ? നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു വിഷയം കൂടിയായിട്ടാണ്. പുതിയ ഗവൺമെൻറ്റും ഭാവനാശാലിയും ധിഷണാശാലിയും എന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണിത്. SSLC എന്ന് പറയുന്ന നമ്മളൊക്കെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന നമ്മുടെ ഗുണമേന്മയുടെ ഒരു ആദ്യത്തെ നിദർശനമായ വിദ്യാഭ്യാസ പ്രക്രിയ ഇന്ന് 99.7 പേരും പ്രാഥമികമായി ജയിക്കുകയും പിന്നെ സേവാനികർ പരീക്ഷയിലൂടെ 100-ലേറെ ജയിക്കുമെന്നൊന്നും അറിയില്ല. 100 പേരും ജയിക്കുന്നത് ഒരു പരീക്ഷയാണോ? അവിടെ ചെന്നെത്തി നിൽക്കുകയാണ്. അതായത് എല്ലാവർക്കും A+ വരുന്നു. അത് കൂടാതെ എന്താ വെച്ചാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് കിട്ടിയാൽ അത് വലിയ കാര്യമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സിലേക്കും ഡിസ്റ്റിങ്ഷനിലേക്കും പോകുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമായിരുന്നു. ഇത് ഇന്നങ്ങനെയല്ല. ഇവിടെ നമുക്കൊരു കാര്യം പറയാം. ഒരു ഫുട്ബോൾ, ഞാൻ പണ്ടാരും ആളാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഏതോ ഒരു അധികാരി വിഡ്ഢിയായിരുന്നു. ഈ വിഡ്ഢിയായ അധികാരി ഫുട്ബോൾ കളി കാണാൻ പോയി. ഫുട്ബോൾ കളി കാണാൻ പോയി കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഫുട്ബോൾ കളിയുടെ സമയമാണല്ലോ, 10-11 പേര് ഒരു ടീമിൽ കളിക്കുന്നു, എതിർ ദിശയിൽ 11 കളിക്കുന്നു, ആകപ്പാടെ ഒരു ബോള്. എൻ്റെ രാജ്യത്ത് ഇത്ര കണ്ട് ദാരിദ്ര്യമാണോ ഒരു ബോളിന്? കൊണ്ടുവരട്ടെ ബോളെന്ന് പറഞ്ഞ് കളിക്കളത്തിലേക്ക് കൂടുതൽ ബോളുകൾ അങ്ങ് എറിഞ്ഞു കൊടുത്തു എന്നതുപോലെയാണ് ഈ 100% പേരെയും ജയിപ്പിച്ചു വിടുന്ന പരീക്ഷയാണോ? 100% പേരെ ജയിപ്പിക്കുന്ന ഒരു പരീക്ഷ. ഇത് പരീക്ഷയല്ലാതാക്കി മാറ്റി നമ്മളെ അപഹസിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വിദ്യാഭ്യാസത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നത് കണ്ണു തുറന്ന് കാണുന്ന ചാനലുകൾ ഉണ്ടാവേണ്ടേ? ചോദിച്ചത് വളരെ സംഗതമായ ചോദ്യമാണ്. ഇത് ചോദിക്കാതെ എങ്ങനെ ഞങ്ങൾ ഇതിന് ആൻസർ പറയും? ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന മറ്റൊരു തരത്തിലുള്ള നിശ്ചിത താല്പര്യങ്ങളും ഇല്ലാത്തൊരു സംഘടനയാണ്. അത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും നയസമീപനങ്ങളിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ ശൂന്യമായ, ദർശന ശൂന്യമായ, സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത നയങ്ങൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ ആര് എന്നുള്ളതല്ല എന്ത് എന്നുള്ളത് നോക്കിയാണ് ഞങ്ങൾ അതിനെ അവിടെ പ്രതികരിക്കുന്നത്. ഈ SCERT-ൽ ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കൗൺസിൽ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ SCERT-ൽ? SCERT-യുടെ രൂപം പുതുതായിട്ട് രൂപപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞിട്ട് അവരുടെ നയത്തിനനുസരിച്ച് നിൽക്കുന്ന ആളെ അവർ വെക്കും. പക്ഷേ എനിക്ക് എൻ്റെ ചോദ്യം ഇതാണ്, കാരണം ഇത് വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള ആളുകളായിരിക്കുമോ അതോ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ആളുകളായിരിക്കും? അവിടെയാണ് കലർപ്പുണ്ടാവുന്നത്. വിദ്യാഭ്യാസ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അത് നിയമിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആത്യന്തികമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരും. അതാണ് NCERT-യിൽ കാണുന്നത്. വിദ്യാഭ്യാസമുള്ളവരെ, വിദ്യാഭ്യാസ വിദഗ്ധരൊന്നും മോശക്കാരാവാൻ വഴിയില്ല. പക്ഷേ ഇവരെ നിയമിക്കുന്ന ചില ആളുകൾക്ക് ചില നിശ്ചിത താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിയമിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണിക്കുന്നതാണ് ഇതൊക്കെ. സാധാരണ ജഡ്ജിമാർ പറഞ്ഞ് നമ്മൾ ചില ജഡ്ജിമാരുടെ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതായത് പശു, വിശുദ്ധ മൃഗം, അത് ഉച്ഛ്വസിക്കുന്നത് മുഴുവൻ ഓക്സിജനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജിമാരെ നമുക്ക് കാണാൻ സാധിക്കും. കഷ്ടമാണല്ലേ? അതാണ് സ്ഥിതി. സാർ ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ്? ഇപ്പോൾ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തന ഗ്രൂപ്പുകളുണ്ട്. കേരളം ഇന്ന് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഓൾ ഇന്ത്യ തലത്തിൽ കാഴ്ചവെക്കുന്നത്. നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ NEP 2020 എന്നുള്ള ഈ നയം, ആ നയം പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളാണ് പൊതുജനത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചത്. അതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾ പീപ്പിൾസ് പാർലമെന്റ് എന്ന് പറഞ്ഞ തൃശ്ശൂര് വിദ്യാഭ്യാസ വിദഗ്ധരെയും പൊതുജനങ്ങളെയും അധ്യാപകരെയും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളെയും വിദ്യാഭ്യാസ സ്നേഹികളെയും പങ്കെടുപ്പിച്ചുള്ള ഒരു പീപ്പിൾസ് പാർലമെന്റ് നടത്തി. ആ പീപ്പിൾസ് പാർലമെന്റിന് റെസൊല്യൂഷൻ പാസ്സാക്കി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അയച്ചു കൊടുത്തു. ഈ ഒരു മാതൃക ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിക്ക് വളരെ ആകർഷകമായി തോന്നി. അതുകൊണ്ട് അവർ ഓൾ ഇന്ത്യ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു പീപ്പിൾസ് പാർലമെന്റ് നടത്തണമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ
ഒരു പീപ്പിൾസ് പാർലമെന്റ് നടത്തി. അതിൻ്റെ ഒരു ബുള്ളറ്റിനും അതിൻ്റെ കാര്യങ്ങളാണ് ഹിസ്റ്റോറിക് പീപ്പിൾസ് പാർലമെന്റ് ഇൻ ബാംഗ്ലൂർ. അത്തരത്തിലുള്ള ഒരു വലിയ ചരിത്ര സംഭവം തന്നെ ബാംഗ്ലൂര് അരങ്ങേറിയതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി. അവിടെ വന്ന് സംസാരിച്ചത് കേന്ദ്രത്തിൻ്റെ കൾച്ചർ സെക്രട്ടറി, വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നയാൾ, രാജ്യസഭാ അംഗങ്ങൾ, മുൻ UGC ചെയർമാൻ, വിവിധ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലേഴ്സ്, വിവിധ പ്ലീനറി സെഷൻസ് എല്ലാമായി വിദ്യാഭ്യാസത്തിനെ ഒരു അപഗ്രഥിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. പക്ഷേ എനിക്ക് തോന്നുന്നു സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ ഇതുപോലത്തെ പീപ്പിൾസ് പാർലമെന്റ് വീണ്ടും കേരളത്തിൽ വെക്കേണ്ടതുണ്ട്. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. തീർച്ചയായിട്ടും പറഞ്ഞ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു, കൂടുതലായിട്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരാൻ പോകുന്നു, വിദേശ യൂണിവേഴ്സിറ്റികൾ വരാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ മന്ത്രിമാർക്കൊക്കെ എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ഇവർക്ക് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി ഇല്ല. എപ്പോഴൊരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ടെക്നിക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ അപ്ഡേഷൻസ് ഉണ്ട്, അത് കൂടാണ്ട് തന്നെ അതിനകത്ത് വലിയൊരു കച്ചവടമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനുഷ്യാവസ്ഥയെ പുരോഗമിക്കാൻ സഹായിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസമല്ലേ. കാരണം മുൻ തലമുറയുടെ അറിവുകളെ നമുക്ക് പകർന്നു തന്ന് മുൻ തലമുറയേക്കാൾ നിലവാരത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ജീവിവർഗങ്ങളിലെ. കാരണം കാലങ്ങളായി നമുക്ക് കാണുന്ന കാക്ക തന്നെയാണ്, പൂച്ച തന്നെയാണ്. പക്ഷേ നമ്മളതല്ല. നമ്മുടെ പേരൻസിനേക്കാൾ ഉയർന്ന ഒരു സാംസ്കാരിക പരിസരത്ത് നമ്മൾ ജീവിക്കുന്ന അഭിമാനിക്കുന്നു. അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളിലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അവരെക്കാൾ കൂടുതൽ ഉയർന്ന തലത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം എന്നുള്ളത് ഒന്നുകൊണ്ട് മാത്രമാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇനി പീപ്പിൾസ് പാർലമെന്റ് ഞങ്ങൾ മാതൃകപരമായി പ്രതീകാത്മകമായി അവതരിപ്പിച്ചതാണ്. ഈ ഇന്ത്യയുടെ അവകാശികൾ ആരാണ്? ഇന്ത്യയുടെ യഥാർത്ഥ ഉടമസ്ഥരാണ്. ഇന്ത്യയുടെ ഉടമസ്ഥരും അവകാശികളും നമ്മളടങ്ങുന്ന പൊതുജനങ്ങളാണ്. തീർച്ചയായിട്ടും നികുതിദായകരും സമ്മതിദായകരുമായ നമ്മളാണ് ഇന്ത്യയുടെ ഉടമസ്ഥര്, അവകാശികൾ. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കാളേറെ മുമ്പ് ഇത് പറഞ്ഞിരിക്കുന്നത് മഹാത്മജിയാണ്. മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂ ഏതാണ്ട് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ് ഈ സാധാരണഗതിയിൽ കൃത്യം സമയം പാലിക്കുന്ന ഗാന്ധിജി അന്ന് അവിടെ കാണാതെ വന്നപ്പോൾ മൗണ്ട് ബാറ്റൺ അസ്വസ്ഥനായി. മൗണ്ട് ബാറ്റൺ ആളയച്ചു. ഗാന്ധിജി അന്ന് 5 മിനിറ്റ് താമസിച്ചാണ് ചെന്നത്. മൗണ്ട് ബാറ്റൺ ചോദ്യം ചെയ്തു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ ഒരു ഉത്തരം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ ഈ നാടിൻ്റെ ഗവർണർ ജനറലാണെന്ന് പറയുന്നു, പക്ഷേ നിങ്ങളുമായി ഞാൻ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിരുന്നു എന്നുള്ളതും സമ്മതിക്കുന്നു. ക്ഷമിക്കണം, ഈ നാടിൻ്റെ ഉടമസ്ഥരുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടിൻ്റെ ഉടമസ്ഥർ ജനങ്ങളാണ്. ഇത് നമ്മൾ തീർച്ചയായും അപ്പം ഈ നാടിൻ്റെ ഉടമസ്ഥരായ ജനങ്ങൾ പങ്കെടുക്കുന്ന പീപ്പിൾസ് പാർലമെൻറ്റാണ് ഞങ്ങൾ നടത്തിയത്. ഇനി അടുത്ത ഘട്ടം, അതും കേരളത്തിൻ്റെ സംഭാവന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. സ്ട്രീറ്റ് പാർലമെൻറ്റ്. നേരിട്ട് സ്ട്രീറ്റിലേക്ക് പോവുകയാണ് ആളുകളോട്. ഈ നാടിൻ്റെ ഉടമസ്ഥരായ നിങ്ങളുടെ വിദ്യാഭ്യാസം ഇതാ തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു, ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നതാണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ PM ശ്രീയുടെ ചരിത്രവും സംബന്ധിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 1924 PM ശ്രീയിൽ ഒപ്പിടേണ്ട എന്ന് കേരളത്തിൻ്റെ ക്യാബിനറ്റ് തീരുമാനമെടുത്തു. അതേ ക്യാബിനറ്റ് തന്നെ 2025 വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് PM ശ്രീയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞ് ക്യാബിനറ്റിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ വന്നു. അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ CPIയുടെ പ്രതിനിധി ആവശ്യപ്പെട്ടു, ഇത് ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് LDFിൽ ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ അത് മാറ്റിവെച്ചു. അങ്ങനെ അത് മാറ്റിവെച്ചതിന് ശേഷമാണ് രഹസ്യമായി ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കണ്ട് സെക്രട്ടറി തലത്തിൽ അവിടെ കേന്ദ്രത്തിൽ പോയി മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ അവിടെ ഒപ്പിട്ടിട്ട് വന്നത്. ഒപ്പിട്ടതിന് ശേഷം, രഹസ്യമായി ഒപ്പിട്ടതിന് ശേഷം വീണ്ടും കൂടിയ ഒരു ക്യാബിനറ്റിൽ CPIയുടെ മന്ത്രി രാജൻ ഈ വിഷയം ഉന്നയിക്കുന്നു. അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഇത് രഹസ്യമായി ഒപ്പിട്ടു എന്ന്. PM ശ്രീയെ സംബന്ധിച്ചിട്ടുള്ള നയതീരുമാനങ്ങൾ എന്താണ്, നമുക്കത് ക്ലോസ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നു. PM ശ്രീ സെക്രട്ടറി തലത്തിൽ അവിടെ കേന്ദ്രത്തിൽ വയ്ക്കപ്പെട്ടു, കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള അറിയാമായിരുന്ന 2 ആളുകൾ ആ ക്യാബിനറ്റിലുണ്ടായിരുന്നു. ഒരാള് മുഖ്യമന്ത്രിയാണ്, മറ്റൊരാള് വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഒരേ ക്യാബിനറ്റിലിരുന്ന് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി രഹസ്യമായി ഈ 2 പേരറിഞ്ഞ് ഇത്തരത്തിൽ സെക്രട്ടറി തലത്തിൽ ഒപ്പിട്ടെങ്കിൽ അതോടുകൂടി തന്നെ
ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടത്തക്ക തരത്തിലുള്ള തെറ്റ്, ഭരണഘടനാപരമായ തെറ്റാണ് ഗവൺമെൻറ് ചെയ്തത്. തീർച്ചയായിട്ടും. അതെന്തേ പൊതുജനത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വരാതിരുന്നത്? അതിനുശേഷമുള്ള ഒരു ഫ്രീസിങ് ഉണ്ടല്ലോ, ഈ PM ശ്രീ ഫ്രീസ് ചെയ്തുകൊണ്ടൊരു കത്ത് കൊടുക്കുന്നു കേന്ദ്രത്തിന്, അതിനകത്ത് എന്തെങ്കിലും നിയമസാധുത ഉണ്ടോ? അതാണ് ഈ PM ശ്രീ ഇവിടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മരവിപ്പിച്ചു എന്നാണ്. പക്ഷെ അതിൻ്റെ രേഖകളൊക്കെ നമ്മുടെ കൈവശമുണ്ട്. മരവിപ്പിക്കുകയായിരുന്നില്ല, റിക്വസ്റ്റ് കൊടുക്കുകയാണ് ഇതിന്. യഥാർത്ഥത്തിൽ ആ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് കെപ്റ്റ് ഇൻ അബയൻസ് എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു, നടപ്പിലാക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് മാത്രം പറയുകയും ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി അവരും നിയമിക്കുകയും ഒരിക്കലും കൂടാതിരുന്ന ആ സബ് കമ്മിറ്റി അങ്ങനെ അവസാനിക്കുകയും ചെയ്താണ് ഗവൺമെൻറ് പിരിഞ്ഞു പോകുന്നത്. വീണ്ടും സബ് കമ്മിറ്റി ഈ ഗവൺമെൻറ് പറയുന്നത് അങ്ങനെ അത്തരത്തിൽ ഇംപ്ലിമെൻറ്റേഷൻ മാത്രം അബയൻസിൽ വെച്ചിരുന്നത് ഒപ്പിട്ട് പോയില്ലേ, നമുക്കിനി അത് തുടരുകയല്ലേ മാർഗമുള്ളൂ എന്നുള്ളൊരു തൊടുന്യായം പറഞ്ഞ് അതിനെതിരെ ജനങ്ങളെ അണിനിരത്തി ജനവികാരം ഉണർത്തി അവർ കൊടുത്ത മാൻഡേറ്റ്, ആ കൊടുത്ത മാൻഡേറ്റിന് വിരുദ്ധമായി PM ശ്രീ തുടരാൻ ഈ തീരുമാനമെടുത്താൽ അത് ഏതാനും തുട്ടുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ പണം തന്നാൽ നമ്മൾ വിഷം കഴിക്കൂ? ഒരിക്കലില്ല. അപ്പോൾ പണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഇത്തരത്തിലുള്ള PM ശ്രീ പോലെയുള്ള പദ്ധതികളുടെ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത് PM ശ്രീ പദ്ധതി പോലും പാർലമെന്റിൽ നിന്ന് അവതരിപ്പിച്ചതല്ല, അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ വരുന്നതാണ്. അതൊന്നും ഒരു സംസ്ഥാന ഗവൺമെന്റിന് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളല്ല. തമിഴ്നാട് പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പോയല്ലോ. സ്റ്റാലിൻ ഗവൺമെന്റ് കോടതിയിൽ പോയി കഴിയുമ്പോൾ കോടതി പറഞ്ഞത് ഒരിക്കലും നയങ്ങളും ഫണ്ടിങ്ങുമായി ബന്ധപ്പെടുത്താൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ നയങ്ങളും ഫണ്ടിങ്ങുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് മാത്രമല്ലേ അത് വേണമെന്ന് LDF ഗവൺമെന്റും ഒപ്പിട്ട് പോയി, അതുകൊണ്ട് നമുക്ക് പണം കിട്ടാനുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് നടപ്പിലാക്കണം എന്ന് താൽക്കാലികമായി പ്രാഥമികമായി മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ഉപസമിതി 4 പേരടങ്ങുന്ന മന്ത്രിമാരടങ്ങുന്ന ഉപസമിതിയെ തീരുമാനിച്ചതിന് ശേഷം ആ തീരുമാനം പ്രഖ്യാപിച്ച ക്യാബിനറ്റ് ബ്രീഫിങ്ങിലകത്ത് തന്നെ ഇതുമായി നമ്മൾ മുമ്പോട്ട് പോകാൻ ഏതാണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത് പറയാൻ പാടുണ്ടോ? അതാ വെച്ചിരിക്കുന്ന 4 ഉപസമിതി അംഗങ്ങളുടെ മാൻഡേറ്റ് എഴുതി കൊടുക്കുന്നതിന് തുല്യമല്ലേ? മുഖ്യമന്ത്രിയല്ലേ പ്രസ്താവിച്ചത്. അദ്ദേഹത്തിന് വേറൊരു അവരുടെ സ്വതന്ത്ര ബുദ്ധി അനുസരിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള അവസരം അദ്ദേഹം അടച്ചുകൊണ്ട് വിധി പറയുകയായിരുന്നില്ല ചെയ്യുന്നത്. വിചാരണയ്ക്ക് മുമ്പ് വിധി പറഞ്ഞു കഴിഞ്ഞ് വിചാരണ പിന്നെ നടത്തുന്നത് പോലെയല്ലേ അത് സംഭവിച്ചത്. ഇത് പൊതുജനസാമാന്യത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഏതൊക്കെയാലും PM ശ്രീ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് തീർച്ചയായിട്ടും പൊതുജനത്തോട് ഇവ കാര്യങ്ങൾ അറിയിക്കുന്ന ഈ ചാനലിൻ്റെ ആ ഉത്തരവാദിത്വ ബോധത്തെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. കൂടുതൽ ചർച്ചകൾ നമുക്ക് ഇത് സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകണം. നമസ്കാരം.